ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് നമ്മളുടെ ചാനലിൽ LDC മെയിന് പഠിക്കുന്നവർക്കായിട്ട് നമ്മൾ 70 ദിവസത്തെ ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. ആ ടൈം ടേബിൾ അനുസരിച്ച് നാളെയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഡേ 1 ടൈം ടേബിൾ 1 വീക്കുള്ള ടൈം ടേബിൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് നമ്മളുടെ ഡേ 1 ടൈം ടേബിളിൽ വരുന്ന മൂന്നാമത്തെ ടോപ്പിക്കാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മുടെ ലോക ചരിത്രത്തിൽ വരുന്ന ഒരു സുപ്രധാന സംഭവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അപ്പോൾ എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നും PSC ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ചാനലിൽ അപ്പോൾ 70 ദിവസത്തെ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം. എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്? ആധുനിക കാലത്തെ ഒരു പ്രധാനപ്പെട്ട വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടക്കുന്നത്. ഇത് അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം എന്നാണ്. ഈ വിപ്ലവം അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം എന്നാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം എന്നാണ്. അതായത് രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നടന്ന ഒരു സുപ്രധാന വിപ്ലവമാണ് ഇംഗ്ലണ്ടിൽ അരങ്ങേറിയ ഈ മഹത്തായ വിപ്ലവം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഈ മഹത്തായ വിപ്ലവം നടന്നപ്പോഴേക്കും നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നത് ജെയിംസ് ഒന്നാമനായിരുന്നു. അപ്പോൾ ചാൾസ് ഒന്നാമനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച ശേഷം ഒലിവർ ക്രോംവെൽ അധികാരത്തിൽ വന്നു. ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1688-89 കാലഘട്ടത്തില് ഇംഗ്ലണ്ടില് രാജഭരണം അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കാരണമാവുകയും ചെയ്ത ഒരു വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. 1688 ഇംഗ്ലണ്ടില് മഹത്തായ വിപ്ലവം നടക്കുന്നത്. അത് എന്താണ് അതിന് കാരണം? നമ്മുടെ പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കാരണമാവുകയും ചെയ്ത ഒരു വിപ്ലവമാണിത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ രാജഭരണം അവസാനിപ്പിക്കുവാനായിട്ട് പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് കാരണമാവുകയും ചെയ്ത ഒരു വിപ്ലവമാണ് ഈ രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് കോമൺവെൽത്ത് കാലഘട്ടം എന്താണെന്ന് കൂടി നോക്കാം. കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചാൾസ് ഒന്നാമൻ രാജാവിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച ശേഷം ആ സ്ഥാനത്തേക്ക് ഒലിവർ ക്രോംവെൽ അധികാരത്തിൽ ഏറുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കോമൺവെൽത്ത് ഇറ അല്ലെങ്കിൽ കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതുമായിട്ട് ബന്ധപ്പെട്ട PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് പരിശോധിക്കാം. കുറേയേറെ ചോദ്യങ്ങളാണ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേയേറെ ചോദ്യങ്ങളാണ്. നമുക്കത് നോക്കാം, 1 by 1 നോക്കാം. രക്തരഹിത വിപ്ലവം നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിൽ നടന്നത് എന്ന്? 1688 രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിൽ നടന്നത്. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, ജോൺ രാജാവ് റണ്ണിമീഡിൽ വെച്ച് മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം ഏത്? 1215 ജൂൺ 15 ജോൺ രാജാവ് റണ്ണിമീഡിൽ വെച്ച് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. അപ്പോൾ എന്നാണ് ജോൺ രാജാവ് റണ്ണിമീഡിൽ വെച്ച് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്? 1215. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത് എന്ത്? മാഗ്ന കാർട്ട. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്ന് വിശേഷണമുള്ളത് എന്തിനാണ്? മാഗ്ന കാർട്ടയ്ക്കാണ്.
നാലാമത്തെ ചോദ്യം, രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആര്? അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഏത് രാജാവാണ്? ജെയിംസ് രണ്ടാമൻ രാജാവാണ്. അപ്പോൾ രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവാണ് ജെയിംസ് രണ്ടാമൻ രാജാവ്. അതുപോലെ തന്നെ വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏത്? അഞ്ചാമത്തെ ചോദ്യമാണ്, വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏത്? ഉത്തരം സ്റ്റുവർട്ട് രാജവംശം. അതുപോലെ തന്നെ ആറാമത്തെ ചോദ്യം നോക്കാം. വിപ്ലവത്തിന് ശേഷം ഏത് വർഷമാണ് ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയത്? 1688. അപ്പോൾ ഈ വിപ്ലവത്തിന് ശേഷം ഏത് വർഷമാണ് ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം നടപ്പിലാക്കിയത്? 1689. അതുപോലെ തന്നെ ഏഴാമത്തെ ചോദ്യം, മഹത്തായ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവമാണ്. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവമാണ്. 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെന്റ് നിലനിന്നത് എവിടെയാണ്? അതാണ് എട്ടാമത്തെ ചോദ്യം. 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെന്റ് നിലനിന്നത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, ഒൻപതാമത്തെ ചോദ്യം നോക്കാം. 18ാം നൂറ്റാണ്ടിൽ കാർഷിക വിപ്ലവം നടന്നത് എവിടെയാണ്? ഉത്തരം ഇംഗ്ലണ്ട്. അപ്പോൾ 18ാം നൂറ്റാണ്ടിൽ കാർഷിക വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിലാണ്. 10ാമത്തെ ചോദ്യം, 1750നും 1820നും ഇടയ്ക്ക് വ്യവസായിക വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? നമുക്കറിയാം 1750നും 1820നും ഇടയ്ക്കാണ് ഇംഗ്ലണ്ടില് വ്യവസായ വിപ്ലവം ഉടലെടുത്തത്. 11ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യം ഇതാണ്, മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് ആര്? അത് റിപ്പീറ്റഡ് ആണ്, ജെയിംസ് ഒന്നാമൻ. 12ാമത്തെ ചോദ്യം, ഇവിടെ നമ്മൾ ശതവത്സര യുദ്ധത്തെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ശതവത്സര യുദ്ധം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇംഗ്ലണ്ടും ഫ്രാൻസും. 1337 മുതൽ 1453 വരെയാണ് ശതവത്സര യുദ്ധം നടന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു ശതവത്സര യുദ്ധം നടന്നത്? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് ശതവത്സര യുദ്ധം നടന്നത്. 1337നും 1453നും ഇടയിലാണ് ശതവത്സര യുദ്ധം നടന്ന കാലഘട്ടം. 13ാമത്തെ ചോദ്യം, ശതവത്സര യുദ്ധത്തില് ജീവനോടെ അഗ്നിക്കിരയാക്കപ്പെട്ട ഫ്രഞ്ച് വനിത ആര്? ഉത്തരം ജോവാൻ ഓഫ് ആർക്ക്. ശതവത്സര യുദ്ധത്തില് ജീവനോടെ അഗ്നിക്കിരയാക്കപ്പെട്ട ഫ്രഞ്ച് വനിത ആര്? ഉത്തരം ജോവാൻ ഓഫ് ആർക്ക്. 13ാമത്തെ ചോദ്യം, മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്ന് അറിയപ്പെടുന്നത് എന്ത്? മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്ന് അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ജോവാൻ ഓഫ് ആർക്ക്. അപ്പോൾ ജോവാൻ ഓഫ് ആർക്കാണ് മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്ന് അറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 14ാമത്തെ ചോദ്യം ഇതാണ്, കറുത്ത രാജകുമാരൻ എന്നറിയപ്പെട്ട ഇംഗ്ലീഷ് രാജകുമാരൻ ആര്? കറുത്ത രാജകുമാരൻ എന്നറിയപ്പെട്ട ഇംഗ്ലീഷ് രാജകുമാരൻ ആര്? ഉത്തരം എഡ്വേർഡ് ഓഫ് വുഡ്സ്റ്റോക്ക്. ആരാണ് കറുത്ത രാജകുമാരൻ എന്നറിയപ്പെട്ട ഇംഗ്ലീഷ് രാജകുമാരൻ? എഡ്വേർഡ് ഓഫ് വുഡ്സ്റ്റോക്ക് ആണ് കറുത്ത രാജകുമാരൻ എന്ന് അറിയപ്പെട്ടത്. 15ാമത്തെ ചോദ്യം നോക്കാം. ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് കർഫ്യൂ. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം അഗ്നിയെ മൂടുക. എന്താണ് കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം? അഗ്നിയെ മൂടുക എന്നാണ് കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം. 16ാമത്തെ ചോദ്യം നമ്മളിത് പഠിച്ചതാണ്. ലോങ് പാർലമെന്റ് ഉടലെടുത്തത് ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ടിലാണ്. എന്നാണ്? 1640 ലോങ് പാർലമെന്റ് ഇംഗ്ലണ്ടിൽ ഉടലെടുത്തത്. അടുത്തത് നമ്മൾ മാഗ്ന കാർട്ടയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ടയുമായിട്ട് ബന്ധപ്പെട്ട PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. 17ാമത്തെ ചോദ്യമാണ്, ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ മാഗ്ന കാർട്ട. ചോദ്യം നമ്പർ 18, ജോൺ രാജാവ് റണ്ണിമീഡിൽ വെച്ച് മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1215 ജൂൺ 15 അതിനാസ്പദമായ സംഭവം. അപ്പോൾ 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രം എന്ന് അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം മാഗ്ന കാർട്ട. മാഗ്ന കാർട്ടയാണ് ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രം എന്ന് അറിയപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം മഹത്തായ ഉടമ്പടി. അപ്പോൾ മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഹത്തായ ഉടമ്പടി എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1215 ജൂൺ 15-നാണ് മാഗ്ന കാർട്ട ഒപ്പുവെക്കപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ റണ്ണിമീഡ് മൈതാനത്തിൽ വെച്ചാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. അത് ഒപ്പുവെച്ച രാജാവ് ആരാണ്? ജോൺ രാജാവാണ്. അപ്പോൾ 22ാമത്തെ ചോദ്യം അത് തന്നെയാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ആര്? ഉത്തരം ജോൺ രാജാവ്. 23ാമത്തെ ചോദ്യം. ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഉടമ്പടി ഏത്? ഉത്തരം മാഗ്ന കാർട്ട. ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഉടമ്പടിയാണ് മാഗ്ന കാർട്ട. അതുപോലെ തന്നെ 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാഗ്ന കാർട്ട എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? അതൊരു ലാറ്റിൻ പദമാണ്. മാഗ്ന കാർട്ട എന്ന പദം ഒരു ലാറ്റിൻ പദമാണ്. അപ്പോൾ മാഗ്ന കാർട്ട എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? അതൊരു ലാറ്റിൻ പദമാണ്. 25ാമത്തെ ചോദ്യം. മാഗ്ന കാർട്ട എന്ന പദം അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. 29ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ധനകാര്യ നിയന്ത്രണം പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കണമെന്ന ആദ്യമായിട്ട് പരാമർശിച്ചതാര്? ധനകാര്യ നിയന്ത്രണം പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കണമെന്ന് ആദ്യമായി പരാമർശിച്ചത് ആര്? ഉത്തരം മാഗ്ന കാർട്ട. അപ്പോൾ ധനകാര്യ നിയന്ത്രണം നമ്മളുടെ പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കണമെന്ന് ആദ്യമായി പരാമർശിച്ചത് മഹത്തായ ഉടമ്പടി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ടയിലാണ്. 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? അദ്ദേഹത്തിന്റെ പേരാണ് ഒലിവർ ക്രോംവെൽ. നമുക്കറിയാം ഒലിവർ ക്രോംവെൽ എന്ന് പറഞ്ഞാൽ ചാൾസ് ഒന്നാമനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ആ ഒരു സ്ഥാനത്ത് ഒലിവർ ക്രോംവെൽ അധികാരത്തിലേറി. ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അല്ലെ. അപ്പോൾ ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ഒലിവർ ക്രോംവെൽ ആണ്. 31ാമത്തെ ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം റോബർട്ട് വാൾപോൾ. റോബർട്ട് വാൾപോൾ ആണ് ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. 32ാമത്തെ ചോദ്യം. റോബർട്ട് വാൾപോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റതെന്ന്? ഉത്തരം 1721. അപ്പോൾ റോബർട്ട് വാൾപോൾ ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേറിയത് 1721-ലാണ്. അടുത്ത ചോദ്യം നോക്കാം. 33ാമത്തെ ചോദ്യം. ലോകത്ത് ക്യാബിനറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി ആര്? ഉത്തരം റോബർട്ട് വാൾപോൾ. ലോകത്ത് ക്യാബിനറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി ആര്? ഉത്തരം റോബർട്ട് വാൾപോൾ. 34ാമത്തെ ചോദ്യം. ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട രാജ്യം? ഉത്തരം ഇംഗ്ലണ്ട്. ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട് ആണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട രാജ്യം. ഓക്കെ. 35ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം ഏത്? തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. ഉത്തരം ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. ഓക്കെ. 35ാമത്തെ ചോദ്യം കഴിഞ്ഞു. നമുക്ക് ഇനി 36ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കാർഷിക വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം? നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇംഗ്ലണ്ട്. 37ാമത്തെ ചോദ്യം. വ്യവസായ വിപ്ലവവാദത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഒരു പ്രക്ഷോഭം ഏത്? അവിടെ ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ വ്യവസായ വിപ്ലവവാദത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഒരു തൊഴിലാളി പ്രക്ഷോഭം ഏത്? ഉത്തരം പെറ്റർലൂ കൂട്ടക്കൊല. 1819 നടന്ന പെറ്റർലൂ കൂട്ടക്കൊലയാണ് വ്യവസായ വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഒരു തൊഴിലാളി പ്രക്ഷോഭം. അതുപോലെ തന്നെ നമുക്ക് 39ാമത്തെ ചോദ്യം നോക്കാം. ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യം ഏത്? ഇംഗ്ലണ്ട്. ഫാക്ടറി നിയമം, വ്യവസായ വിപ്ലവമൊക്കെ ഉടലെടുത്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് അല്ലെ. അപ്പോൾ ഫാക്ടറി നിയമം
പാസാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യം ഏത്? ഉത്തരം ഇംഗ്ലണ്ട്. വർഷം 1837. അപ്പോൾ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് ഇംഗ്ലണ്ട്. 1837. 40ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിൽ ആദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യം ഏത്? ഉത്തരം ഇംഗ്ലണ്ട്. അപ്പോൾ ലോകത്തിൽ ആദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട്. 41ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിൽ ആദ്യമായിട്ട് ആവി എഞ്ചിൻ ഉപയോഗിച്ച് തീവണ്ടി ഓടിയ രാജ്യം ഏത്? ഇംഗ്ലണ്ടിലാണ്. അത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്നാണ് പറയുന്നത്. ലിവർപൂളിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്ക്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ആവി എഞ്ചിൻ ഉപയോഗിച്ച് തീവണ്ടി ഓടിച്ചത് എവിടെ നിന്ന് എവിടം വരെയാണ്? ലിവർപൂളിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്കാണ്. 42ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായിട്ട് വടക്കേ അമേരിക്കയിൽ ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയ വർഷം? ഉത്തരം 1492. അപ്പോൾ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായിട്ട് വടക്കേ അമേരിക്കയിലെ ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയ വർഷം 1492. 43ാമത്തെ ചോദ്യം. കൊളംബസ് അമേരിക്കയിലെ ജനങ്ങളെ വിളിച്ച പേര്? ഉത്തരം റെഡ് ഇന്ത്യൻസ്. കൊളംബസ് അമേരിക്കയിലെ ജനങ്ങളെ വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. അവര് ഇന്ത്യക്കാരാണെന്ന് കരുതിയാണ് അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത്. ഓക്കെ. 44ാമത്തെ ചോദ്യം. പരസ്പരം മത്സരിക്കുന്നവരുടെ കൂട്ടത്തില് കഴിവുള്ളവർ വിജയിക്കുമെന്നും അല്ലാത്തവർ പരാജയപ്പെടുമെന്നും വിശ്വസിച്ച ചിന്താഗതിയാണ് ലെയ്സസ് ഫെയർ ചിന്താഗതി. അപ്പോൾ പരസ്പരം മത്സരിക്കുന്നവരുടെ കൂട്ടത്തില് കഴിവുള്ളവർ വിജയിക്കുമെന്നും അല്ലാത്തവർ പരാജയപ്പെടുമെന്നും വിശ്വസിച്ച ചിന്താഗതി ഏത്? ലെയ്സസ് ഫെയർ. 45ാമത്തെ ചോദ്യം ഫൈനൽ ചോദ്യമാണ്. വ്യവസായ വിപ്ലവ കാലത്തെ ചിന്തകന്മാരുടെ സിദ്ധാന്തങ്ങളാണ് ലെയ്സസ് ഫെയർ. വ്യവസായ വിപ്ലവകാലത്തെ ചിന്തകന്മാരുടെ സിദ്ധാന്തങ്ങൾ ഏതാണ്? ലെയ്സസ് ഫെയർ ചിന്താഗതി. അതായത് പരസ്പരം മത്സരിക്കുന്നവരുടെ കൂട്ടത്തില് കഴിവുള്ളവർ വിജയിക്കുമെന്നും അല്ലാത്തവർ പരാജയപ്പെടുമെന്നും വിശ്വസിച്ച ചിന്താഗതിയാണ് ലെയ്സസ് ഫെയർ. ഇത് തന്നെയാണ് വ്യവസായ വിപ്ലവ കാലത്ത് ചിന്തകന്മാരുടെ സിദ്ധാന്തങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു 45 ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളും നമ്മൾ പരിശോധിച്ചു. അപ്പോൾ ഡേ 1ലെ 3ാമത്തെ ക്ലാസ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ചാനലിൽ നമ്മൾ LDC മെയിനിന് ഒരുങ്ങുന്നവർക്കായിട്ടുള്ള കോച്ചിങ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും കോച്ചിങ്ങിൽ പങ്കെടുക്കാനുള്ളവർ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.